പെരമിണുങ്ങണ ചെകുത്താൻ വരുമ്പോ വാതിലടച്ചിരുന്നിട്ട് കാര്യമില്ല, പെരയോടെ മിണുങ്ങും. ഇപ്പൊ ഇന്ത്യയിലുള്ളത്, ഇന്ത്യ ഭരിക്കുന്നത് പെരമിണുങ്ങുന്ന ചെകുത്താനാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അത് ഫാഷിസ്റ്റ് ഭാരതമാണ്. എസ് എ ഡാങ്കെ ആയിരുന്നു ശരിയെന്ന് ഇന്ത്യ സഖ്യം വന്നപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലായുള്ളൂ. അദ്ദേഹത്തെ നയിക്കാൻ കുറച്ചുകൂടി കരുത്തുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഓട്ചോരി രാഷ്ട്രീയമൊക്കെ വളരെ ശക്തമായി ഫാഷിസത്തിനെതിരെ കൊണ്ടുവന്ന ഏറ്റവും ശക്തമായ ഒരു സമരമാണ് ഈ ഓട്ചോരി രാഷ്ട്രീയം. എന്നെ ഇതിൽ ക്ഷണിക്കാൻ നിങ്ങൾ കാണിച്ചൊരു വലിയ വിവേകത്തെക്കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരായ വോട്ടുകൾ കേരളത്തിൽ BJPക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. BJPക്ക് ഒരു കോർപ്പറേഷൻ കിട്ടിയതല്ലാതെ ആ വോട്ടുകളൊക്കെ കോൺഗ്രസ്സിന് കിട്ടിയത് കോൺഗ്രസ്സിൽ ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആദരണീയനായ അധ്യക്ഷൻ മണ്ണാർക്കാട് മുഹമ്മദ് അലി, എൻ്റെ വളരെ പ്രിയങ്കരനായ സഹോദരതുല്യനായ സുഹൃത്ത് സലീം ഭായ്, അതുപോലെ എൻ്റെ സ്വന്തം അനുജൻ തന്നെയായ എത്രയോ വർഷങ്ങളുടെ ഹൃദയബന്ധമുള്ള ഡോക്ടർ വാസുദേവൻ, പ്രിയപ്പെട്ട യഹിയ, ഷുക്കൂർ, വേദിയിലുള്ള മുനമ്പം ഷാനവാസ് മുനമ്പം, ജയൻ ആലപ്പുഴ, ജയേന്ദ്രൻ സാറ്, റഷീദ് ഭായി, എല്ലാവരും പേരെടുത്ത് പറയാവുന്നതാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരു വല്ലാത്ത നിയോഗം പോലെയാണ് ലീഡറെ അനുസ്മരിക്കാൻ എന്നെ സലീം ഭായി ഏൽപ്പിച്ചത്. ഞാൻ എവിടെയെങ്കിലും ഒരിക്കൽ ലീഡറെ അനുസ്മരിക്കണമെന്ന് ആഗ്രഹിച്ചു. നിർഭാഗ്യവശാൽ നാട്ടിൽ എന്നെ ഇതുവരെ ആരും ലീഡറെ അനുസ്മരിക്കാൻ ക്ഷണിച്ചില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കൈവന്ന ഒരു അസുലഭ സൗഭാഗ്യമായിട്ടാണ് റിയാദിൽ OICC തന്ന ഈ ബഹുമതിയെ ഞാൻ കാണുന്നത് എന്ന് മാത്രം പറയാം. ലീഡർ സമാനതകളില്ലാത്ത നേതാവായിരുന്നു. നമുക്കറിയാം, കേരള ചരിത്രത്തിൽ അവസാനത്തെ സ്വാതന്ത്ര്യ സമര സേനാനി, 4 വർഷം കേരളം ഭരിച്ച അവസാനത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പിന്നീട് വന്ന AK ആന്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ആരും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നില്ല. ലീഡർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തയാളാണ്. തൃശ്ശൂരിൽ ഫൈൻ ആർട്സ് കോളേജിൽ ചിത്രകല പഠിക്കാൻ വന്നതാണ്. എത്ര പേരത് അറിയുന്നറിയില്ല. അദ്ദേഹം കണ്ണൂർകാരനാണ്. 10ാം ക്ലാസ് വരെ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ പഠിച്ച് ചിത്രകല പഠിക്കാനാണ് ഫൈൻ ആർട്സ് കോളേജിൽ വന്ന് ചേർന്നത്. നല്ല ചിത്രകാരനായിരുന്നു, ഒന്നാന്തരം കലാകാരനായിരുന്നു, നല്ല സഹൃദയനായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം പ്രജാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾ ദിവാൻ ഭരണത്തിനെതിരെ സംഘടിച്ച് നടത്തിയ പ്രജാമണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആഹ്വാനം ചെയ്തപ്പോൾ വിദ്യാർത്ഥിയായ K കരുണാകരൻ ആ സമരത്തിൽ പങ്കെടുത്തു, ജയിൽവാസം അനുഭവിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ജയിൽവാസം അനുഭവിച്ച, കേരളം ഭരിച്ച അവസാനത്തെ കോൺഗ്രസ് നേതാവാണ്. അതിന് മുമ്പ് ശങ്കറൊന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ അറിവിൽ K കരുണാകരനേ ഉള്ളൂ. അദ്ദേഹം അടിയുറച്ച ദേശീയവാദിയായിരുന്നു. ഇടക്കാലത്ത് വെച്ച് അദ്ദേഹം DIC ഒക്കെ രൂപീകരിച്ച് പോയി. പിന്നെ കോൺഗ്രസിൽ തന്നെ തിരിച്ചു വന്നിട്ടാണ് മരിച്ചത്. കോൺഗ്രസ്സുകാരനായി ജീവിച്ച് കോൺഗ്രസ്സുകാരനായി മരിച്ച നേതാവാണ്. നേരത്തെ വാസു പറഞ്ഞതുപോലെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. 3 നൂറ്റാണ്ട് ജീവിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. ലോകത്ത് തന്നെ 3 നൂറ്റാണ്ട് ജീവിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 75 കൊല്ലം ലോകത്ത് തികച്ചില്ല, സോവിയറ്റ് യൂണിയനിൽ തികച്ചില്ല. ഇത് 19ാം നൂറ്റാണ്ടിലാണ് കോൺഗ്രസ് പിറന്നത്. 20ാം നൂറ്റാണ്ട് പിന്നിട്ടു. 21ാം നൂറ്റാണ്ടിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ കോൺഗ്രസ്സുകാരനും അഭിമാനത്തോടു കൂടി ഓർക്കേണ്ടതാണ്. അതൊരു ചെറിയ സമരമായിരുന്നില്ല. അപ്പൊ ആ സമരം തന്നെയായിരുന്നു ലീഡർ കരുണാകരന്റെ ഊർജം. അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പ്രധാന ശക്തിയായി തന്നെ പ്രവർത്തിച്ച് എത്രയോ ചെറുപ്പക്കാരെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം ആണ്. പക്ഷെ പിൽക്കാലത്ത് കോൺഗ്രസിന്റെ സഹജ സ്വഭാവമായ ചില ഗ്രൂപ്പ് വഴക്കുകൾ മൂലം അദ്ദേഹം കൊണ്ടുവന്ന ആളുകൾ തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി എന്ന് അദ്ദേഹം സങ്കടത്തോടുകൂടി പറഞ്ഞു. അല്ലെ, പറയുന്നത് തെറ്റിദ്ധരിക്കരുത് അല്ലെ, എന്നെ മുന്നിൽ നിന്നും കുത്തി പിന്നിൽ നിന്നും കുത്തി എന്നൊക്കെ പറഞ്ഞു. ആ അവസ്ഥയിൽ കോൺഗ്രസിന് ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടായി. കോൺഗ്രസിന്റെ ജനാധിപത്യം നിലനിൽക്കുന്ന ഗ്രൂപ്പുകൾ കൊണ്ടാണ്. എങ്കിലും അതിന്റെ ഇരയായി ഒരു ഘട്ടത്തിൽ K കരുണാകരൻ മാറി. പക്ഷെ 92 വയസ്സുവരെ അദ്ദേഹം ദേശീയവാദിയായിരുന്നു. നേരത്തെ ജയേന്ദ്ര സാർ പറഞ്ഞതുപോലെ ദൃഢനിശ്ചയം കൊണ്ടാണ് ഞാനും വാസും കൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിലിരുന്ന് പറഞ്ഞു, ഈ PPP വ്യവസ്ഥയിൽ ഒരു എയർപോർട്ട് ഉണ്ടാക്കുക എന്നത് ആലോചിക്കാൻ പറ്റാത്ത കാലത്താണ് അദ്ദേഹം അത് ചെയ്തത്. ഈ ഗോശ്രീ പാലം പോലുള്ള വലിയ മാറ്റങ്ങൾ ആ കാലത്ത്
ഈ ആ കാലത്ത് തന്നെ ഉണ്ടായ വലിയ വികസനങ്ങൾ, കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം പോലുള്ള നമ്മൾ കണ്ട പല വികസനങ്ങൾക്കും തുടക്കം കുറിച്ചത്. പിന്നെ പലപ്പോഴും കോൺഗ്രസ്സുകാരും CPIക്കാരും പറയാത്തൊരു കാര്യമുണ്ട്, പറയേണ്ട ഒരു കാര്യമുണ്ട്. ഭൂനിയമം നടപ്പാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടി അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPIയും ചേർന്ന് 1971 ഭൂനിയമം നടപ്പാക്കിയതെന്ന് ഇടയ്ക്കെങ്കിലും കോൺഗ്രസ്സുകാർ പറയണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. 1971 അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന മന്ത്രിസഭയാണ് കേരളത്തിൽ ഭൂനിയമം നടപ്പാക്കിയത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം. മാർക്സിസ്റ്റ് EMS ഒക്കെ തുടങ്ങി വെച്ചതാണ്. 57 തുടങ്ങി വെച്ചു. 67 സപ്തകക്ഷി മുന്നണി തകർന്നു. EMS മുഖ്യമന്ത്രിയായിരുന്ന സപ്തകക്ഷി മുന്നണി തകർന്നപ്പോൾ സത്യത്തിൽ രാഷ്ട്രീയ ഭീഷ്മാചാര്യനായ കരുണാകരനാണ് മുന്നണി രാഷ്ട്രീയത്തിന്റെ ആദ്യത്തെ സംരംഭം. 2 തവണ CPIക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടാണ് ആ കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടായത്. കൂട്ടുകക്ഷി മന്ത്രിസഭ ഐക്യമുന്നണി, ഇപ്പൊ കാണുന്ന UDF ഉണ്ടാക്കിയതിന്റെ ശില്പി വാസ്തവത്തിൽ കരുണാകരനാണ്. അതൊരു അസ്ഥിര ഗവൺമെന്റുകളായിരുന്നു. 57 ഗവൺമെന്റ് 2 കൊല്ലാണ് ഭരിച്ചത്. ഈ അസ്ഥിര ഗവൺമെന്റുകളെ മാറ്റി പല കക്ഷികളെ ഒന്നിപ്പിച്ച് ഒരു വലിയ ശക്തിയാക്കി മാറ്റിയത് കരുണാകരനാണ്. നിങ്ങൾ പക്ഷേ കോൺഗ്രസിന്റെ കേരളത്തിലെ ചരിത്രം വായിച്ചാൽ 9 MLAമാരായി. അന്ന് തമാശയ്ക്ക് പറയുമായിരുന്നു, ഒരു അംബാസിഡർ കാറിൽ കൊള്ളാൻ മാത്രമുള്ള MLAമാരുമായി പ്രതിപക്ഷത്തിരുന്ന കരുണാകരനാണ് ഇന്ന് കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 65% വിജയം നേടിയ കോൺഗ്രസിന്റെ ശക്തിയെ ഉണ്ടാക്കിയത് എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും ഇടയ്ക്ക് ആലോചിക്കണം. ഞങ്ങൾ പറയേണ്ടതല്ല, അത് കോൺഗ്രസ്സുകാർ ആലോചിക്കേണ്ടതാണ്. കാരണം UDF എന്ന സംവിധാനം ഉണ്ടാക്കുക മാത്രമല്ല 9 MLAമാരായി ക്ഷീണിച്ച കോൺഗ്രസിനെ ജീവിപ്പിച്ചത്, വളർത്തിയത്, വലുതാക്കിയത്, ഇന്ന് കാണുന്ന എല്ലാ നേതാക്കന്മാരെയും സൃഷ്ടിച്ചത് കരുണാകരൻ എന്ന രാജശില്പിയാണ്. അദ്ദേഹം ചെറിയ ആളായിരുന്നില്ല, കിങ് മേക്കർ ആയിരുന്നു. നമുക്കറിയാം, രാജീവ് ഗാന്ധി വധത്തിന് ശേഷം ഏതാണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് അനാഥമായ ഒരവസ്ഥയുണ്ടായിരുന്നു. നെഹ്റു കുടുംബം നേതൃത്വം ഏറ്റെടുക്കാൻ മടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പോയി ദേശീയ രാഷ്ട്രീയത്തിൽ ചെന്ന് PV നരസിംഹറാവുവിനെ കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് കരുണാകരൻ എന്ന കുശാഗ്ര ബുദ്ധിയായ കേരളത്തിന്റെ ദേശീയ നേതാവാണ്. അന്ന് മാധ്യമങ്ങൾ കൊടുത്ത പേരാണ് കിങ് മേക്കർ. അദ്ദേഹം തന്നെയാണ് PV നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കാനും ഉത്സാഹിച്ചത്. അപ്പൊ അന്ന് ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു, 2 തവണ രാജ്യസഭാംഗമായിരുന്നു, 1 തവണ ലോക്സഭാംഗമായിരുന്നു. കരുണാകരന്റെ രാഷ്ട്രീയ ഗ്രാഫ് 57 അദ്ദേഹം തോറ്റുപോയി. അതാണ് അദ്ദേഹം കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു 57 മുമ്പ്. അദ്ദേഹം തൃശ്ശൂർ കോർപ്പറേഷൻ അംഗമായിരുന്നു. പക്ഷേ 57 ആദ്യത്തെ ഗവൺമെന്റിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം തോറ്റുപോയി തൃശ്ശൂരിൽ. പിന്നീടാണ് മാള തെരഞ്ഞെടുത്തത്. 8 തവണയാണ് തോന്നുന്നു മാളയിൽ നിന്ന് ജയിച്ചത്. മാളയിലെ മാണിക്യം എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. പിന്നെ നേരത്തെ അതിവേഗം കുതിച്ചു പായുന്ന ഒരു ജീവിതമായിരുന്നു. ഞാൻ ഒരിക്കലേ ലീഡറെ കണ്ടിട്ടുള്ളൂ, കാണാനല്ല 2 തവണ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിന് എന്നെ പരിചയമില്ലാത്തൊരു കാണലാണ്. ഗുരുവായൂരമ്പലത്ത് അദ്ദേഹം തൊഴാൻ വന്നപ്പോൾ ഞാനും ഗുരുവായൂരമ്പലത്തിൽ നടക്കലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നെ അറിയില്ല, അദ്ദേഹത്തിന് എനിക്കറിയാം. പക്ഷെ പിന്നീട് ഒരിക്കൽ മഹാകവി അക്കിത്തത്തിന്റെ ഷഷ്ടിപൂർത്തി ഗുരുവായൂരിലെ പഴയ സത്രം ഹാളിൽ നടത്തിയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനായിരുന്നു ആ ഷഷ്ടിപൂർത്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തിരുന്നത്. അദ്ദേഹം കുറച്ച് വൈകി വന്നത് കാരണം അന്ന് അക്കിത്തത്തിന്റെ വെണ്ണക്കല്ലിന്റെ കഥ എന്ന കവിത മുൻനിർത്തി ഞാനൊരു കഥാപ്രസംഗം അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നത് വരെ കഥാപ്രസംഗം ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കഥാപ്രസംഗം ഏതാണ്ട് കഴിയാറാകുമ്പോഴാണ് ലീഡർ വന്നത്. അപ്പൊ അദ്ദേഹം ധൃതി കൂട്ടിയില്ല. സാധാരണ ലീഡർ വന്നാൽ ഈ കഥാപ്രസംഗമൊക്കെ നിർത്തി നേരെ ഉദ്ഘാടനത്തിന് കയറേണ്ട. അദ്ദേഹം അത് കഴിയുന്നവരെ കുറച്ചു നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കയറിയതും ഞാനും ഓർക്കസ്ട്ര ഇറങ്ങിയതും ഒരുമിച്ചാണ്. അപ്പൊ നന്നായി എന്നൊരു വാക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉടനെ അക്കിത്തം പരിചയപ്പെടുത്തി, ലീലാകൃഷ്ണൻ നല്ല കവിയുമാണ്. അപ്പൊ എനിക്ക് അദ്ദേഹം തന്നൊരു ആശംസ, അക്കിത്തം തിരുമേനിയെ പോലെ പ്രശസ്തനാവണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ആ അക്കിത്തം തിരുമേനി പോലെ ആയില്ലെങ്കിലും എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ആശംസ തന്നത് ലീഡർ കരുണാകരനാണ്. അങ്ങനെ ബന്ധം മാത്രമേ അദ്ദേഹത്തോട് എനിക്കുള്ളൂ. പക്ഷെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ വികസനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കാത്ത പല കാര്യങ്ങളുണ്ട്. മദ്രാസിൽ മാത്രം സിനിമ ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ തന്നെ കരുണാകരൻ സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള ആളായിരുന്നു.
അപ്പം മദ്രാസിലായിരുന്നു സിനിമയുടെ പ്രവർത്തനം മുഴുവൻ. കേരളത്തിലേക്ക് സിനിമാ പ്രവർത്തനം പറിച്ചു നടാൻ ആഗ്രഹിച്ച് രാമു കാര്യട്ടും പി ഭാസ്കരനും തോപ്പിൽ ഭാസിയും വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ ചെന്ന് ലീഡറോട് ആവശ്യപ്പെട്ടു. ലീഡറാണ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടായത് കേരളത്തിലാണ്. അത് ഉണ്ടാക്കിയത് ലീഡർ കെ കരുണാകരനാണ്. അദ്ദേഹം കലാകാരന്മാരോട് അത്ര എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത്, സുരാസുവിനെ കേട്ടിട്ടുണ്ടല്ലോ. സുരാസു ഒരു അരാജകവാദിയായ കലാകാരനായിരുന്നു, വലിയ കലാകാരനായിരുന്നു. അദ്ദേഹം നക്സലൈറ്റ് ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരിക്കൽ സുരാസുവേട്ടനെ കണ്ടപ്പോൾ സുരാസുവേട്ടൻ പറഞ്ഞു, പെൻഷൻ കിട്ടിയ ഒരു കഥ പറഞ്ഞു. ഞാൻ സുരേന്ദ്രനുണ്ടായിരുന്നു. അദ്ദേഹം പെൻഷന് വേണ്ടി അപേക്ഷിച്ചു, കിട്ടിയില്ല, അത് റിജക്ട് ചെയ്തു. സുരാസുവിനെ ഈ സാംസ്കാരിക വകുപ്പുള്ളവർക്ക് മനസ്സിലായി. സുരാസു നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി നിയമസഭയിൽ ചെന്നു കെ കരുണാകരനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, കെ കരുണാകരനെ അങ്ങനെ കാണാൻ പറ്റില്ല, മുഖ്യമന്ത്രിയാണ്, അതിൽ പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, അങ്ങനെ വരണം എങ്ങനെ വരണം. സുരാസുവാണ് വന്നിരിക്കുന്നത്. ഈ സെക്യൂരിറ്റിക്കാർക്ക് എന്ത് സുരാസുവാണ്. അദ്ദേഹം പറഞ്ഞൊരു കടലാസ് തരും, എന്നിട്ട് സുരാസു വന്നിട്ടുണ്ട് എന്ന് എഴുതിയിട്ടത് കരുണാകരൻ എത്തിക്കാൻ പറഞ്ഞു. ആദ്യം ഒരു മടിച്ചെങ്കിലും ഇയാൾ പോവില്ല. സുരാസുവിനെ പരിചയമുണ്ടാവും. സുരാസു ഒരു വല്ലാത്ത ഒരു കഥാപാത്രമാണ്. ആരോ കൊണ്ടുപോയി ഈ കടലാസ് കൊടുത്തതും കരുണാകരൻ സുരാസുവിനെ വിളിപ്പിച്ചു. സുരാസുവിന് എന്താ വേണ്ടത്, ഇരിക്കൂ എന്ന് പറഞ്ഞതാണ്. അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ചായ വരുത്തി. അപ്പോൾ പറഞ്ഞു, എനിക്ക് പെൻഷൻ വേണം, ഇപ്പോൾ വേണം എന്നാണ്. സുരാസു പറഞ്ഞു, സുരാസുവിന് പെൻഷനല്ലേ വേണ്ടത്, ഒരു കടലാസ് അപേക്ഷ കൊടുക്കൂ, പെൻഷൻ കിട്ടും. അദ്ദേഹം ആരോ പറഞ്ഞ് ഏർപ്പാടാക്കി. 2 മാസത്തിനകം സുരാസു പെൻഷൻ വാങ്ങി. അത് കെ കരുണാകരൻ എന്ന സഹൃദയനായ കലാകാരനായ മുഖ്യമന്ത്രി കാരണമാണെന്ന് അരാജകവാദിയായ സുരാസു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര സഹൃദയനായ ഒരാളായിരുന്നു. ഇന്ന് കാണുന്ന പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച ഒരാളാണ്. പല വികസനങ്ങൾക്കും ഗോശ്രീനെ പറഞ്ഞു, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പറഞ്ഞു, ഈ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കിന്റെ തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. പല വികസനങ്ങൾക്കും, വിശേഷിച്ച് അച്യുതമേനോൻ ഗവൺമെന്റ് ആണ് കേരളത്തിലെ വലിയ വികസനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്. അക്കാലത്ത് പറയാൻ ഉള്ള ഒരു വലിയ ആക്ഷേപം രാജൻ കേസാണ്. അക്കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് വാസ്തവത്തിൽ കരുണാകരനോ അച്യുതമേനോനോ അറിഞ്ഞല്ല എന്ന് പിൽക്കാലത്ത് അറിയാം. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അമിതാവേശം കൊണ്ട് ഉണ്ടായതാണ് രാജൻ കേസ്. രാജൻ കേസ് കഴിഞ്ഞിട്ടും അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെതിരെ വിധി എഴുതിയിട്ടും കേരളത്തിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷത്തോട് ജയിച്ചതാണ് കോൺഗ്രസ്. പക്ഷെ പിന്നീട് രാജൻ കേസിലെ സത്യവാങ്മൂലത്തിൽ വന്ന ഒരു പ്രശ്നം കാരണമല്ലേ രാജിവെച്ചേക്കാനടി വന്നത്. ചരിത്രം നോക്കുമ്പോൾ കരുണാകരന്റെ ട്രാക്ക് റെക്കോർഡ് 4 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി. 5 കൊല്ലം പൂർണ്ണമായി ഭരിച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും കെ കരുണാകരനാണ്. ഇങ്ങനെ പല നിലയിൽ കരുണാകരൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം തൊട്ട് ഒരു നല്ല കലാകാരനായതുകൊണ്ട് കലാകാരന്മാരെ സ്നേഹിച്ച ഒരാൾ, കലയെ സ്നേഹിച്ച ഒരാൾ, ചലച്ചിത്ര വ്യവസായം തൊട്ട് പലതിനും തുടക്കം കുറിച്ച ഒരാൾ. നേരത്തെ വാസു പറഞ്ഞതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി ക്ഷയിച്ചുകൂടാ എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. 92-ാം വയസ്സിലാണ് മരിച്ചുപോയത്. തീർച്ചയായും ആ ജീവിതം ഒരു സമ്പൂർണ്ണ പുരുഷായുസ്സാണ്. ഭീഷ്മാചാര്യനായിരുന്നു, ചാണക്യതന്ത്രമുള്ള ആളായിരുന്നു, പലർക്കും അതൊക്കെ അറിയാം. അതൊക്കെ ഈ മുസ്ലിം ലീഗിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർത്തി കൊണ്ടുവന്നത് CH മുഹമ്മദ് കോയയായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം. CHനെ കുറിച്ചൊക്കെ പറയുന്നത് വലിയ നേതാവായിരുന്നു. CH വലിയ ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു. CHനെ പോലുള്ള ആളുകളെ വളർത്തി കൊണ്ടുവന്നു. ഒരുപാട് ഇന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള ഇന്നത്തെ പല നേതാക്കന്മാരും നാളിൽ വളർന്നു വന്ന ഒരാളാണ്. ഇപ്പൊ ദേശീയ പ്രസ്ഥാനത്തിന്റെ കരുത്തായിരുന്നു, ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള വിശ്വാസമായിരുന്നു, മതേതരവാദിയായിരുന്ന കെ കരുണാകരന്റെ പോലെ തന്നെ. നേരത്തെ പറഞ്ഞല്ലോ, സബർമതി എന്ന് പേരിടുമ്പോൾ നമ്മൾ ഗാന്ധിയെ ഓർക്കുന്നുണ്ട്. ഗാന്ധി അല്ലാതെ ആരാണ് ഓർക്കുക? ആയുധങ്ങൾ തീ തുപ്പിയ നൂറ്റാണ്ടിൽ, ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞൊടുങ്ങിയ നൂറ്റാണ്ടിൽ, ലോകം മുഴുവൻ ഫാഷിസം പിടിമുറുക്കിയ നൂറ്റാണ്ടിൽ, 2 ലോകമഹായുദ്ധങ്ങൾ നടന്ന നൂറ്റാണ്ടിൽ ഒരു ബുദ്ധനെ പോലെ ഇന്ത്യയെ നയിച്ച മഹാത്മാവിനെ അല്ലാതെ ആരെയാണ് ഓർക്കുക? അവരെ മഹാത്മാവിനോടുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നിട്ടും വീണ്ടും പ്രതിമയുണ്ടാക്കി വെടിവെക്കുന്നത്. എപ്പോഴും അദ്ദേഹത്തെ കൊന്നവർക്ക് അദ്ദേഹം മരിച്ചു എന്ന് വിശ്വാസം വന്നിട്ടില്ല. കാരണം ഓരോ തവണ വെടിവെച്ച് വീഴ്ത്തും തോറും ഇന്ത്യയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ പേരാണ് മഹാത്മാഗാന്ധി. ഓരോ തവണ വെടിവെച്ച് വീഴ്ത്തും തോറും ഉയർന്നു വരും. വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയിട്ടുണ്ടല്ലോ, പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നവൻ, ആയുധമെന്നേ ധർമ്മസങ്കരം നടത്തുന്നവൻ,
എൻ്റെ ഗുരുനാഥൻ എന്ന കവിത വായിച്ചാൽ മഹാത്മാഗാന്ധി അറിയാൻ വേറൊന്നും വേണ്ട. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവത് വിന്ധ്യാതട മധ്യദേശത്തെ കാണൂ. ശമമേ ശീലിച്ചഴും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാദർശ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗദ്ഗുരു. ആ ജഗദ്ഗുരു ഉണ്ടാക്കി തന്നതാണ്. അദ്ദേഹം 1919 ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസ് ദുർബലമാണ്. അദ്ദേഹമാണ് ഈ മൗലാന അലി സഹോദരന്മാരോട് ചേർന്ന് ദേശീയധാരയിൽ നിന്ന് ഭിന്നിച്ചു നിന്നിരുന്ന മുസ്ലിം സമൂഹത്തെ ഇന്ത്യൻ ദേശീയധാരയിലേക്ക് കൊണ്ടുവരുന്നത്. 1921 ഖിലാഫത്ത് തുർക്കി സുൽത്താന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ബ്രിട്ടൻ പിടിച്ചടക്കുന്നതിനെതിരെ ആഗോള വ്യാപകമായി ഉണ്ടായി വന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ഇന്ത്യൻ ദേശീയധാരയോട് കൂട്ടിച്ചേർക്കുക എന്ന വലിയ കാഴ്ചപ്പാടുകൊണ്ടാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിന്റെ കൂടെ വരുന്നത്. അതിനു മുമ്പ് സത്യത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് കേരളത്തിലും മൗലാന അലി സഹോദരന്മാരുടെ ശിഷ്യനായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇന്ത്യൻ ദേശീയ പൗരുഷമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. അതൊക്കെ ഓർക്കേണ്ടത്. നമ്മൾ കോൺഗ്രസ്സുകാർക്ക് ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്ന ഒരാളാണ്. നിറയുന്നത് പഠിപ്പിക്കണം. ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ? 30 അബ്ദുറഹ്മാൻ ഉപ്പുവാരുവാൻ നീങ്ങുന്നു, അത്ഭുതം ശാന്തോദാരം കൊമ്പനാന തൻ രൂപം എന്നാണ് കുമാരപിള്ള സാർ എഴുതുന്നത്. 30 ഈ 21 കലാപത്തിന് ശേഷം മുസ്ലിങ്ങൾ ദേശീയ പ്രസ്ഥാനത്ത് നിന്ന് അകന്നു നിൽക്കുകയാണെന്നുള്ള കുപ്രചരണം നടക്കുന്ന കാലത്ത് ജയിൽ വിട്ടിറങ്ങി ആദ്യം അബ്ദുറഹ്മാൻ ചെയ്യുന്നത് കിഴക്കല്ല പടിഞ്ഞാറുദിച്ച സൂര്യനെ പോലെ കിഴക്കോട്ട് നടന്നു എന്നാണ് കുമാരപിള്ള എഴുതിയിരിക്കുന്നത്. അങ്ങനെ കടപ്പുറത്ത് 6.5 അടി പൊക്കമുണ്ട് അബ്ദുറഹ്മാൻ. ആ ചട്ടി പൊന്തിച്ചു പിടിച്ചപ്പോൾ ഒരു പോലീസുകാരൻ കാൽമുട്ടി ചവിട്ടി കയറിയിട്ട് കഴുത്തിലൂടെ ലാത്തിയിട്ട് വളച്ച് ചട്ടി തല്ലിപ്പൊട്ടിച്ച് അബ്ദുറഹ്മാന്റെ തല മണ്ണിൽ മുട്ടിച്ചപ്പോൾ അബ്ദുറഹ്മാന്റെ നെറ്റി പൊട്ടി ഒഴുകിയ ചോരയിൽ നിന്നുകൂടിയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മതാതീതമായി സംഘടിപ്പിക്കപ്പെട്ടത് എന്നാണ് പി ഉമർ കോയ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ കാലത്ത് ഇതിനൊക്കെ കൂട്ടിച്ചേർത്തു. ഹരിജനങ്ങൾ ദേശീയധാരയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഗാന്ധിജി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളെ മുഴുവനായും ദേശീയധാരയിലേക്ക് കൊണ്ടുവരണം. ഹരിജനങ്ങൾ ഇപ്പോഴും ദേശീയധാരയുടെ ഭാഗമായിട്ടില്ല. ഇന്ന് നമ്മൾ ദളിതുകൾ എന്ന് പറയുന്ന വിഭാഗത്തെ ദേശീയധാരയുടെ ഭാഗമാക്കണം. ഈ ഒരു സങ്കല്പമാണ് പക്ഷേ കരുണാകരനെ പോലുള്ള ആളുകൾ നയിച്ചത്. ഈ ദേശീയ ബോധമാണ്, ആ ദേശീയ ഐക്യബോധമാണ് ഇന്ത്യയെ സൃഷ്ടിച്ചത്. ഈ 3 നൂറ്റാണ്ട് ജീവിച്ച കോൺഗ്രസ് തന്നെയാണ് ഇനിയും അതിന് സത്യത്തിൽ ഇന്ത്യൻ ദേശീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ആത്മീയതയെ നിർവചിച്ചതാണ്. തിയോസഫിസം എന്ന് പറയുന്ന തിയോസഫിസ്റ്റുകളായിരുന്നു കോൺഗ്രസ്സുകാർ. ആദ്യത്തിൽ എല്ലാ മതങ്ങളുടെയും ആത്മീയതയെ ഒന്നിപ്പിച്ച, അത് അന്യ ബെസന്റ് തുടങ്ങിയതാണെങ്കിലും രാജഗോപാലാചാര്യയിലൂടെ വളർന്നതാണെങ്കിലും ഗാന്ധിജി മുന്നോട്ട് വെച്ചത് തിയോസഫിസത്തിന്റെ ആശയമാണ്. അതായത് എല്ലാ മതങ്ങളുടെയും ആത്മീയതയെ ചേർത്ത് മതേതരമായ ഒരു ആത്മീയത. അതുകൊണ്ടാണ് ഈശ്വര് അല്ലാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നൊക്കെ അദ്ദേഹം പാടുന്നത്. ഇപ്പോൾ രഘുപതി രാഘവ രാജാറാം എന്നുള്ള കീർത്തനത്തിൽ നിന്ന് ആ വരി ഒഴിവാക്കി. ഈശ്വര് അല്ലാ തേരെ നാം സബ്, നമ്മൾ കോൺഗ്രസ് ഒഴിവാക്കിയതല്ല, ഇന്ത്യയെ പാടുന്നത് പാടുന്നില്ല. അത് ബോധപൂർവം അത് ഇന്ത്യയുടെ ഒരു ദേശീയ നിലപാടായിരുന്നു. 2 ഗുണമാണെന്നുണ്ടായത്. ഗാന്ധിജി മതങ്ങളുടെ ആത്മീയതയെ സംയോജിപ്പിച്ചുകൊണ്ട് മതേതരമായ ഒരു ആത്മീയത ഉണ്ടാക്കി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മതനിരപേക്ഷമായ, അദ്ദേഹം സെക്കുലർ ആയിരുന്നു, യൂറോപ്യൻ സെക്കുലറിസം ശീലിച്ച ഒരാളായിരുന്നു. നെഹ്റു ഒരിക്കലും മതങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം മതാതീതമായ ഒരു എത്തിക്സിനെ കൊണ്ടുവന്നു. ഈ സെക്കുലർ എന്ന് പറയാവുന്ന മതനിരപേക്ഷ നിലപാടും മതേതരമായ ആത്മീയതയും കൈകോർത്ത് പിടിച്ചപ്പോഴാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു മതേതര രാഷ്ട്രമായത്.
സോഷ്യലിസ്റ്റ് നോക്കൂ, ഇന്ത്യൻ ദേശീയതയിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തു. സത്യത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ വളരാതിരിക്കാൻ ഒരു കാരണം ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റും ഒന്നായിട്ട് ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മാറാൻ പറ്റിയില്ല. എസ് എ ഡാങ്കെ കോൺഗ്രസുമായിട്ട് മൃദു സമീപനം പുലർത്തി എന്നതിൻ്റെ പേരിലാണ്, ദേശീയ ബൂർഷ്വാസിയോട് മൃദു സമീപനം പുലർത്തി എന്ന പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നത്. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് ഇന്ത്യൻ ദേശീയ ബൂർഷ്വാസി എന്നാണ് കോൺഗ്രസിനെ പലരും പറഞ്ഞിരുന്നത്. അപ്പൊ അതായിരുന്നു ശരി, എസ് എ ഡാങ്കെ ആയിരുന്നു ശരിയെന്ന് ഇന്ത്യ സഖ്യം വന്നപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലായുള്ളൂ. ചരിത്രം ഇങ്ങനെ മനസ്സിലാക്കി തരും. അതിൻ്റെ ഒരു പ്രയോക്താവായിരുന്നു വാസ്തവത്തിൽ കെ കരുണാകരൻ. അദ്ദേഹം മതേതരവാദിയായിരുന്നു. മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി കേരള കോൺഗ്രസിനെ എല്ലാ മതത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. അതൊരു ഭീഷ്മാചാര്യനെ പോലെ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് കൊണ്ടുതന്നു. തീർച്ചയായും ഞാൻ കോൺഗ്രസ്സുകാരനല്ലെങ്കിൽ പോലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ OICCയോട് പറയുക, നിങ്ങൾ പലപ്പോഴും ഒക്കെ നല്ല ചിന്തകന്മാരെ കൊണ്ടുവന്ന് എന്തായിരുന്നു 3 നൂറ്റാണ്ട് കോൺഗ്രസ് ഇന്ത്യക്ക് സംഭാവന ചെയ്തത്? കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ഒരു ഇന്ത്യക്കാരനും സ്വപ്നം കാണാൻ പാടില്ലാത്തതാണ് എന്ന് ഇന്നത്തെ ഫാഷിസ്റ്റ് ഭരണകൂടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അത് ഫാഷിസ്റ്റ് ഭാരതമാണ്. ആ ഫാഷിസ്റ്റ് ഭാരതത്തിനെതിരെ തീർച്ചയായും എനിക്ക് വളരെ ഇഷ്ടവും ബഹുമാനവുമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. യാതൊരു കള്ളത്തരവും ഇല്ലാത്തൊരു നേതാവാണ്. അദ്ദേഹത്തിന് കള്ളത്തരമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അയോഗ്യതയായിട്ട് ഇന്ന് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ നയിക്കാൻ കുറച്ചുകൂടി കരുത്തുള്ള നേതാക്കളുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഓട്ട്ചോരി രാഷ്ട്രീയമൊക്കെ വളരെ ശക്തമായി ഫാഷിസത്തിനെതിരെ കൊണ്ടുവന്ന ഏറ്റവും ശക്തമായ ഒരു സമരമാണ് ഈ ഓട്ട്ചോരി രാഷ്ട്രീയം. അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നില്ല ഇന്ത്യ മുഴുവൻ. മഹാത്മാഗാന്ധി പോലും ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് നടന്നിട്ടില്ല. മഹാത്മാഗാന്ധി തീവണ്ടിയിലാണ് യാത്ര ചെയ്തത്. രാഹുൽ ഗാന്ധിയാണ് ഒറ്റയ്ക്ക് ഇന്ത്യ മുഴുവൻ നടന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനല്ല, ഇപ്പൊ പ്രായമായി അല്ലേ, 52 വയസ്സ് കഴിഞ്ഞിട്ടാവില്ലേ. എങ്കിലും അങ്ങനെ ഇന്ത്യ അറിഞ്ഞ ഒരു നേതാവ് കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ട്. അതിനെ കൂട്ടിച്ചേർത്ത് ഇന്ത്യ സഖ്യത്തെ കുറച്ചുകൂടി വിപുലപ്പെടുത്തിയാൽ തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫാഷിസം ഒന്ന് അടിമറച്ചില്ലേ. നിതീഷിനെ പോലുള്ള ആളുകളുടെ കൂട്ടുകെട്ടുകൊണ്ടല്ലേ ഭരണം നിലനിർത്തുന്നത്. ഒന്നുകൂടി ഉത്സാഹിച്ചാൽ ഇന്ത്യയെ ഫാഷിസ്റ്റുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിചാരിച്ചാൽ സാധിക്കും. നനച്ചാൽ പുലിയെയും പിടിക്കും. അതുകൊണ്ട് നനയ്ക്കണം. അത് ഒരു പക്ഷേ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങളെ എന്നെ ഇതിൽ ക്ഷണിക്കാൻ നിങ്ങൾ കാണിച്ചൊരു വലിയ വിവേകത്തെക്കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്നറിഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. അതൊരു വിശാലമായ ജനാധിപത്യ ബോധമാണ്. ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നത് ഈ ജനാധിപത്യ ശക്തിയുള്ള ഒരു ഓർഗനൈസേഷനൊക്കെ ദുർബലമാണെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവ് വോട്ടുകൾ BJPക്ക് കൊടുത്തില്ലല്ലോ അല്ലേ. ഇപ്പം ഇടതുപക്ഷത്തിനെതിരായ വോട്ടുകൾ കേരളത്തിൽ BJPക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. BJPക്ക് ഒരു കോർപ്പറേഷൻ കിട്ടിയതല്ലാതെ ആ വോട്ടുകളൊക്കെ കോൺഗ്രസിന് കിട്ടിയത് കോൺഗ്രസിൽ ഇപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്, KPCCക്കുണ്ട്, OICCക്കും ഉണ്ട്. അതാണ് കെ കരുണാകരനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരം. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അദ്ദേഹം പല സംഘർഷങ്ങളിൽപ്പെട്ടാണ് വേറെ. ഇപ്പൊ ഞാൻ കെ കരുണാകരന്റെ പുത്രൻ K മുരളീധരന്റെ കൂടെ പല പരിപാടികളും പോകാറുണ്ട്. കഴിഞ്ഞ വർഷം ഖത്തർ കേരളീയത്തിൽ ഞാനും K മുരളീധരനും അതിഥികളായിരുന്നു. ഞങ്ങളൊരു ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മുരളീധരൻ ആ പിതാവിന്റെ ചില ഗുണങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ കേരളത്തിൽ കോൺഗ്രസിനാണ് മികച്ച നേതാക്കന്മാരൊക്കെ ഉള്ളത്. അതിനൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിപ്പെട്ടു വരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ മഹാത്മാക്കളായ ആളുകൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. മുഹമ്മദ് അബ്രഹാം സാഹിബിനെ പോലുള്ള ആളുകൾ കേരളത്തിലൊന്നും ഓർക്കപ്പെടുന്നില്ല. അബ്രഹാം സാഹിബിനെ എന്തുകൊണ്ടാണ് ഓർക്കാത്തത്? ഞാൻ ഗാന്ധിയനായിരുന്നു എൻ്റെ ഗുരുനാഥൻ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ അടിയുറച്ച ഗാന്ധിയനായിരുന്നു. പച്ചമാംസം ജീവനുള്ള മർത്യമാംസം കേറ്റി മുദ്ര വെച്ച വാഗണുകൾ ഓടി നിന്ന കാലം നിങ്ങളപ്പോഴൊക്കെ എന്ത് ചെയ്തിരുന്നു താനേ മംഗളാത്മനെ മുഹമ്മദ് അബ്ദുറഹ്മാനെ. കവിത വായിച്ചിട്ടുണ്ടോ? മംഗളാത്മനെ എന്നാണ് ഇടശ്ശേരി വിളിക്കുന്നത്. മുഹമ്മദ് അബ്രഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കവിത എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ കവിത എഴുതിയിട്ടുള്ളത് മുഹമ്മദ് അബ്രഹാം സാഹിബിനെ കുറിച്ചാണ്. ആ മുഹമ്മദ് അബ്രഹാം സാഹിബിന്റെ സ്ഥൈര്യവും പനമ്പള്ളി ഗോവിന്ദമേനോന്റെ ദൃഢനിശ്ചയവും
ഒത്തിണങ്ങിയ അപൂർവം കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളായിരുന്നു കെ കരുണാകരൻ. അതുകൊണ്ടാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അധികം ചേർത്ത് പിടിച്ചു. പക്ഷേ പാണക്കാട് തങ്ങന്മാർ ഏറ്റവും വിശ്വസിച്ചത് കെ കരുണാകരനെയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം അതിനു മുമ്പ് തുടങ്ങിയതാണ്. ആ കാലത്ത് പാണക്കാട് കോൺഗ്രസിനൊരു അഭയകേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു. ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ഉടപ്പനക്കൽ തറവാട്ടിലേക്ക് കരുണാകരൻ വന്നാൽ അവിടെ വലിയൊരു മൈത്രിയുടെ സീതി സാഹിബിനെ സീതി ഹാജിയെ കൊണ്ടു നടന്നിരുന്നു. അക്കാലത്ത് വളരെ തമാശ പറയും, സീതി ഹാജിയും കരുണാകരനും കൂടി ഒരുമിച്ച് യാത്ര ചീഫ് വിപ്പായിരുന്ന കാലത്ത്. അങ്ങനെ ഇതിനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം സാധിച്ചിരുന്നു. കേരള കോൺഗ്രസിനെ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ എല്ലാ വിഘടിത ശക്തികളെയും UDF എന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് പറ്റി. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ രാഷ്ട്രീയ വിദ്യാഭ്യാസം പഠിപ്പിക്കാനല്ല വരുന്നത്. അതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. കരുണാകരനെ ആശ്രിത വത്സലൻ എന്നാണ് ആളുകൾ പറഞ്ഞത്. ആശ്രിത വത്സല്യാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു വലിയ കുഴപ്പം. അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെ അദ്ദേഹം അങ്ങോട്ട് സ്നേഹിച്ചു, വിശ്വസിച്ചു. പലരും അദ്ദേഹത്തെ ചതിച്ചു. ജീവിതത്തിൽ ഇത്രയേറെ കടുത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യനില്ല. എക്കാലത്തും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരാളാണ്. ഞാൻ പറഞ്ഞില്ല, 9 MLA-മാരായിട്ട് ദുർബലപ്പെട്ടൊരു കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിൽ തിരിച്ചടികൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടികളൊക്കെ സധൈര്യം നേരിട്ടൊരാളാണ്. ഒരിക്കലും തളർന്ന ഒരാളല്ല. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും അദ്ദേഹം മുന്നോട്ട് കുതിക്കും. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, DIC ഒക്കെ രൂപീകരിക്കപ്പെട്ട ഒറ്റപ്പെട്ടൊരു ഘട്ടത്തിലും ഈ ആളുകളെ കണ്ടാൽ കരുണാകരൻ്റെ ഒരു പ്രസംഗമുണ്ട്. അത് പ്രസംഗിക്കുമ്പോഴൊക്കെ ശബ്ദത്തിന് വളരെ ദുർബലമാണ്. പക്ഷെ അതിങ്ങനെ റബ്ബറിൽ പന്തിൻ്റെ മുകളിൽ പൊന്തുന്നത് പോലെ അങ്ങനെ പൊന്തും. അതുപോലെ ഈ പത്രക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു കരുണാകരനെ കൈകാര്യം ചെയ്തത്. കണ്ണിറുക്കിയിട്ടൊരു ചിരിയുണ്ടായിരുന്നു കരുണാകരൻ. മിമിക്രിക്കാരൊക്കെ കാണിക്കുന്നില്ലേ, ഈ പത്രക്കാരെ കണ്ണിറുക്കി പേടിപ്പിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒരു പത്രക്കാരനും കെ കരുണാകരനെ വലയിലാക്കാൻ പറ്റിയില്ല. കരുണാകരൻ അതിനൊക്കെ മറികടന്ന് പോകും. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഗുണം മാത്രമുള്ളൊരു നേതാവായിരുന്നു. ദോഷം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. EK നായനാർ കരുണാകരനെ കാണാൻ വരുന്നൊരു പഴയ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. സുഖമില്ലാതെ കരുണാകരൻ വീണ് കിടക്കുമ്പോൾ നായനാർ വന്ന് സംസാരിക്കുന്ന രണ്ട് നേതാക്കന്മാർ അക്കാലത്ത് പരസ്പരം എതിരായിരുന്ന 2 ആളുകൾ എങ്ങനെയാണ് പരസ്പരം തിരിച്ചറിഞ്ഞിരുന്നത്? ആ തിരിച്ചറിവ് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായി വരണം. ഫാഷിസത്തിനെതിരെ ഞങ്ങൾ മലപ്പുറത്തുകാർ പറയും, പെരമിണുങ്ങണ ചെകുത്താൻ വന്നാൽ വരുമ്പോൾ വാതിലടച്ചിരുന്നിട്ട് കാര്യമില്ല. പെരമിണുങ്ങണ ചെകുത്താൻ വരുമ്പോൾ വാതിലടച്ചിരുന്നിട്ട് കാര്യമില്ല, പെരയോടെ മിണുങ്ങും. ഇപ്പം ഇന്ത്യയിലുള്ളത്, ഇന്ത്യ ഭരിക്കുന്നത് പെരമിണുങ്ങുന്ന ചെകുത്താനാണ്. ഇന്ത്യയെ വിഴുങ്ങുന്ന ഈ ചെകുത്താനെ തോൽപ്പിക്കാൻ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിലെ ഗാന്ധിയന്മാരും ഇന്ത്യയിലെ ഇതര ജനാധിപത്യ വിശ്വാസികളും യോജിക്കുന്ന കാലത്ത് മാത്രമേ ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യം വിജയിക്കുകയുള്ളൂ. അത് സ്വപ്നം കണ്ട ഒരു ദേശീയ നേതാവായിരുന്നു കെ കരുണാകരൻ. വെറും സംസ്ഥാന നേതാവായിരുന്നില്ല. ആ ഇന്ത്യൻ മനസ്സ് കൊണ്ടു നടന്ന ഒരു ദേശീയ നേതാവായിരുന്നു. ക്രാന്തദർശിയായ, ഭീഷ്മാചാര്യനായ, രാഷ്ട്രീയ ചാണക്യനായ, സഹൃദയനായ, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ ഇൻക്ലൂഷൻ ആയിരുന്നു. ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ അല്ല. ഇന്ത്യൻ പാരമ്പര്യം ഇൻക്ലൂഷനാണ്, കൂട്ടിച്ചേർക്കാൻ കഴിയുക എന്നുള്ളതാണ്. വിഘടിച്ചു നിൽക്കുന്ന ആളുകളെ, ഇതിൻ്റെ പല തന്ത്രങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. പലയിടത്തും പുറത്തു ചാടുന്ന ആളുകളെ ഒരിക്കൽ ചരിത്രപ്രസിദ്ധമായ കോടോത്ത് ഗോവിന്ദൻ നായരെയും മാല്യത്ത് സരളാദേവിയെയും മത്സരിപ്പിച്ച കാലത്തുണ്ടായ വലിയ ഭൂകമ്പങ്ങൾ പിന്നീട് ഓർമ്മയുണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് കാണാം, ഈ കോടോത്ത് ഗോവിന്ദൻ നായരും മാല്യത്ത് സരളാദേവിയും ഒന്നും അത്ര മോശപ്പെട്ട ആളുകളായിരുന്നില്ല. അവരെ കണ്ടെത്തുന്നതിൽ ലീഡർ കാണിച്ചൊരു ധീരതയുണ്ട്, പുതിയ ആളുകളെ കണ്ടെത്താൻ. ഇങ്ങനെ ഒരുപാട് മാതൃകകളുണ്ട്. ഈ ഉൾക്കൊള്ളാൻ സാധിക്കുക, ഇൻക്ലൂഷൻ, അത് വിവേകാനന്ദൻ പറഞ്ഞതാണ്. ഇന്ത്യയുടെ സംസ്കൃതി ഇൻക്ലൂഷൻ്റെ സംസ്കാരമാണ്. തീർച്ചയായും കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഇൻക്ലൂഷൻ്റേതാണ്, ഉൾക്കൊള്ളലിൻ്റേതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്കാരത്തെയും കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു. തിയോസഫിക്കൽ പാരമ്പര്യം കൊണ്ട് ഇന്ത്യൻ ആത്മീയതയെ കൂട്ടിച്ചേർക്കാൻ സാധിച്ചിരുന്നു. ലോകത്തിലെ അത്ഭുതകരമായ സെക്കുലർ പാരമ്പര്യം കൊണ്ടുനടന്ന ജവഹർലാൽ നെഹ്റുവിനെ പോലെ വലിയ ഒരു ദാർഢ്യമുള്ള നേതാവിനെയും ഇന്ത്യൻ ആത്മീയ മനസ്സിനെ എല്ലാ മതങ്ങളിൽ നിന്നും സ്വാംശീകരിച്ച് കൂട്ടിച്ചേർത്ത മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് അവർ ആദ്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന തോക്ക് ഇപ്പോഴും സജീവമായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ തുളച്ചു പാഞ്ഞ വെടിയുണ്ടകളുടെ രാമനാമ ജപം, അദ്ദേഹം ജപിച്ച രാമനാമ ജപമല്ല,
അദ്ദേഹം പറഞ്ഞ രാമരാജ്യമല്ല. മഹാത്മാഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായില്ലല്ലോ, അല്ല, അദ്ദേഹം രാമരാജ്യം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ രാമരാജ്യം അദ്ദേഹത്തെ തുളച്ച് ഇന്ത്യ ചുറ്റുന്ന വെടിയുണ്ടകളുടെ പുതിയ രാമരാജ്യമായിട്ട് മാറാതിരിക്കാൻ ഇന്ത്യയിൽ ഉണർന്നിരിക്കേണ്ട പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ചിന്തിക്കേണ്ട കാലമാണെന്ന് കരുണാകരനെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ എന്നെ സദയം അനുവദിക്കണം. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല, രാഷ്ട്രീയം പഠിപ്പിക്കാൻ പറ്റിയൊരു വേദിയല്ല. പക്ഷെ കരുണാകരൻ ഒരു ചെറിയ നേതാവായിരുന്നില്ല എന്നെങ്കിലും നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ഊർജം തരും. അങ്ങനെ മറക്കേണ്ട ഒരാളല്ല. എന്തുകൊണ്ടോ നിയോഗം പോലെ നാട്ടിൽ വെച്ച് ഒരിക്കലും കരുണാകരനെ അനുസ്മരിക്കാൻ സാധിക്കാതെ പോയ എന്നെ കൊണ്ട് അനുസ്മരണത്തിന് പ്രേരിപ്പിച്ച സലിം ഭായ് അടക്കമുള്ള OICCയുടെ നേതാക്കൾക്ക് എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് കരുണാകരൻ്റെ സ്മരണയ്ക്കായി ഒരു രണ്ട് ഗീതങ്ങൾ, അതെൻ്റെ ഗീതമല്ല, കരുണാകരൻ ആദരിച്ചിരുന്ന ഒരു കവിയായിരുന്നു, ദേശീയ മഹാകവിയായിരുന്നു. മഹാത്മാഗാന്ധി ആദരിച്ച ദേശീയ മഹാകവിയായിരുന്നു ടാഗോർ, അല്ലേ? ഇന്ത്യയുടെ കാവൽക്കാരൻ എന്ന് മഹാത്മാഗാന്ധി ഒരു കവിയെയാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ കരസേനാ മേധാവിയല്ല, ഇന്ത്യൻ നാവികസേനാ മേധാവിയല്ല, ഇന്ത്യൻ വ്യോമസേനാ മേധാവിയല്ല, ഇന്ത്യൻ സർവ്വസൈന്യാധിപനെയല്ല, ഇന്ത്യയുടെ കാവൽക്കാരൻ ഒരു കവിയാണ്. ദ ഗ്രേറ്റ് സെന്റിനൽ ഓഫ് ഇന്ത്യ എന്നാണ് മഹാത്മാഗാന്ധി ടാഗോറിനെ വിശേഷിപ്പിച്ചത്. ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ സാർവദേശീയ പ്രത്യാശാകൃതിയാണ്. അത് വായിച്ചാൽ നിരാശ ഉള്ളവർക്കൊക്കെ പ്രത്യാശയുണ്ടാവും. രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ വിറങ്ങലിച്ചു കിടന്ന കാലത്ത് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആളുകൾ പിടഞ്ഞു മരിക്കുമ്പോൾ നൊബേൽ സമ്മാനം കിട്ടിയ ഇറ്റാലിയൻ എഴുത്തുകാരനായ ലിയോപോൾ തൻ്റെ ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്, യൂറോപ്പിലെ സൂര്യൻ എന്നേക്കുമായി അസ്തമിച്ചു പോയി. കൊല്ലുന്നവരുടെ ആക്രോശവും മരിക്കുന്നവരുടെ നിലവിളിയും കൊണ്ട് യൂറോപ്പ് കലങ്ങി മറിയുകയാണ്. യൂറോപ്പ് ഒരു മഹാശ്മശാനമാണ്. ഇനി സൂര്യോദയം ഉണ്ടാവുകയില്ല. നിരാശ കൊണ്ട് തകർന്ന ആ കവിക്ക് ഒരു ഇന്ത്യൻ സുഹൃത്ത് ഒരു പുസ്തകം കൊടുത്തു. ഞാൻ ഗാന്ധിയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ആയുധമെടുക്കാതെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ തോൽപ്പിച്ച ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. ഒരു പിടി ഉപ്പ് കുറുക്കി മഹാത്മാഗാന്ധി ദണ്ഡിക്കടപ്പുറത്ത് എഴുന്നേറ്റ് നിന്നപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അസ്ഥിബന്ധങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് ഇന്ത്യ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ആത്മീയ ഊർജം സ്ഫുരിക്കുന്ന ഒരു കൃതി താങ്കൾക്ക് ഞാൻ തരുന്നു. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ടാകും. ഒരു എഴുത്തുകാരൻ നിരാശ ബാധിച്ചവനാകരുത്, പ്രത്യാശ കൊടുക്കുന്നവനാകണം. അങ്ങനെയാണ് ലിയോപോൾ ഗീതാഞ്ജലി വായിക്കുന്നത്. ഗീതാഞ്ജലി വായിച്ചു കഴിഞ്ഞ് ലിയോപോളിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ വീണ്ടും സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഇന്ത്യൻ മനസ്സിൻ്റെ പ്രത്യാശാനിർഭരമായ കുറേ ഗീതങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ആ ഗീതങ്ങൾ എനിക്ക് പ്രത്യാശ നൽകുന്നു. പ്രത്യാശയാണ് അതിജീവന ബലം. തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശിക്കാം. ഫാഷിസം ഇന്ത്യ അധികകാലം വാഴുകയില്ല. അത് നമ്മൾ മോചിപ്പിക്കും. അത് മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ കൂടെ നിൽക്കാനേ പറ്റൂ. നയിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് ഗീതാഞ്ജലിയിലെ രണ്ട് ഗീതങ്ങൾ കരുണാകരൻ്റെ ഓർമ്മയ്ക്കായി. ഇത് കരുണാകരനെ കുറിച്ചും ശരിയാണെന്ന് തോന്നും കേൾക്കുമ്പോൾ. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിയൂ ഞാൻ. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിയൂ ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പൂക്കൊഴുക്കുവറ്റിമാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ വിഫലം ആയിപ്പോയില്ലെന്നറിവു ഞാൻ. എൻ വിപന്ന
വഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗത കാല സംഗീതം. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗത കാല സംഗീതം. ഒന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ വിഫലം ആയി പോയില്ലെന്നറിവു ഞാൻ. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിവു ഞാൻ. 92 വയസ്സ് വരെ ജീവിച്ച കെ കരുണാകരൻ്റെ ജീവിതം ഒട്ടും വ്യർത്ഥമായിരുന്നില്ല. 3 നൂറ്റാണ്ട് നിലനിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജീവിതവും ഒട്ടും വ്യർത്ഥമല്ല. OICCയുടെ ജീവിതവും വ്യർത്ഥമാവുകയില്ല. എല്ലാം സാർത്ഥകമാകാൻ നമുക്ക് പ്രവർത്തിക്കാം. നമ്മൾ അതിജീവിക്കും. അഭിവാദ്യം. ABC Cargo and Courier, #1 in GCC.